നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങൾ അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും ഒരുപക്ഷെ നവംബർ മാസം കൂടി ഈ ഒരു പ്രവർത്തന മണ്ഡലങ്ങൾ അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ മേലധികാരികളെയും ഉടമസ്ഥരെയും രേഖാപൂർവം ധരിപ്പിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. സ്വന്തം നിലയിൽ വ്യാപാര വിപണന വിതരണ മേഖല നടത്തുന്ന പലർക്കും കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ വിപുലമാക്കുവാൻ തക്കവണ്ണം വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനിടയുണ്ട്. 6 മാസത്തേക്ക് ഇനിയും പണം മുതൽ മുടക്കുക എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ ഭരണ സംവിധാനത്തോടുകൂടി പുതിയ പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അതാത് മേഖലയിലെ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും യോഗമുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പലവിധത്തിലുള്ള മിഥ്യാധാരണകൾ ഉണ്ടാകുമെങ്കിലും പുരാണം, ഇതിഹാസം, ശാസ്ത്രം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ട ഒരു വിജ്ഞാനം ആർജിക്കുന്ന പക്ഷം എല്ലാത്തിലും സമത്വത്തോടുകൂടിയതായുള്ള ചിന്തയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുവാനും എല്ലാത്തിലും നന്മകൾ കണ്ടെത്തുവാനുമുള്ള മാനസികമായിട്ടുള്ള ഊർജം ആർജിക്കുവാൻ ഇടയുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ തൊഴിൽ മേഖലയിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമീപത്തുള്ള ഭൂമി ഏറെക്കുറെ ഭേദപ്പെട്ട വിലയ്ക്ക് വാങ്ങുവാനും സമീപഭാവിയിൽ മക്കൾക്ക് വേണ്ടി ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തിനു വേണ്ടി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. വ്യക്തമായ ദിശാബോധത്തോടുകൂടി പുതിയ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ വേറെ ചിലർക്ക് ഉപരിപഠനത്തിന്, അതായത് ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനോ സാധ്യതയുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി ചർച്ചകളും യാത്രകളും പുനരാരംഭിക്കാനിടവരും. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് വഴി അഹംഭാവങ്ങൾ ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. വിജയശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കുവാനിടവരും. വ്യക്തിത്വത്തിന് ചേരാത്ത പല കർമ്മമണ്ഡലങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാനോ നിർമ്മിക്കുവാനോ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. തൊഴിൽ സ്ഥാപനത്തിന്റെ ഉന്നതിക്കായിട്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനിടവരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കീഴ് ജീവനക്കാരുടെ ആത്മബലത്താൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും ഉള്ള അവസരം
വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കത്തക്ക വിധത്തിൽ കർമ്മമണ്ഡലങ്ങളിൽ ധാരാളം പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ മാസത്തിന്റെ ഒടുവിലായിരിക്കും അസുഖങ്ങളെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവുന്നത്. ഏതായാലും പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും ഈ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒക്ടോബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും പ്രത്യേക പാരിതോഷികങ്ങൾ ലഭിക്കുവാനും ഒരു പുതിയതായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ഒരു 6-7 മാസത്തേക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ യുക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക അഥവാ സൗകര്യമുള്ള കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടാകുന്നത് വഴി ബന്ധുമിത്രാദികളുടെ ഒപ്പമായിരിക്കാം, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ഗ്രഹത്തിൽ ഉദ്ദേശിച്ച പോലെ പുരോഗതി ഇല്ലാത്തത് കൊണ്ടും ചിലർക്ക് വിമ്മിഷ്ടമുള്ള അവസ്ഥ വന്നു ചേരുക, മറ്റു ചിലർക്ക് ഗൃഹത്തിൽ പണം ഇരിക്കായക, വേറെ ചിലർക്ക് ആ ഗൃഹത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ ജോലിയിൽ സംതൃപ്തി കുറവ് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാവായക, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും ഗൃഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. പലപ്പോഴും ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനായിട്ട് വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം, വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും വേണ്ടിവരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. കഴിഞ്ഞ 6-7 മാസമായിട്ട് കാർഷിക വിളകൾക്ക് പണം മുതൽ മുടക്കുകയും ഇനി മുതൽ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്ന വിധത്തിൽ അനുകൂലമായ വിളവെടുപ്പിന് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ഈ മാസത്തിൽ പൂർണ്ണമായിട്ടും ഒരുപക്ഷെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഇത് നവംബർ മാസം പകുതി വരെയും ഈ ഒരു നില തുടരുവാൻ ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളാവാമെങ്കിലും വാഹന ഉപയോഗത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ കൂടുതൽ യാത്രകൾ വേണ്ടിവരും, പരാസഹായം വേണ്ടിവരുവാനിടയുണ്ട്.
വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഏറ്റെടുത്തും കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 1-2 മണിക്കൂർ വിഹക വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ജോലി വേണ്ടി വരുവാനും ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനിട വരും. കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും സമത്വ ഭാവന അംഗീകരിക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങൾക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും ആർജിക്കുവാനിടയുണ്ട്. പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരമുണ്ടാകും. ഭരണ സംവിധാനത്തിൽ സമൂല പരിവർത്തനത്തിന് തയ്യാറാകുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാൻ തീരുമാനിക്കുവാനും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.